ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു ബോട്ടിൽ വെച്ച് ക്രിസ്മസ് അപ്പൂപ്പനെ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഇതേപോലൊരു ബോട്ടിലെടുത്തിട്ട് ഇങ്ങനെ ഈ നെക്ക് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഇതുപോലെ താഴത്തും കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഇങ്ങനെ റൗണ്ടിന് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കുക. ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നെക്കിനായിട്ട് കുറച്ച് പേപ്പർ എടുത്തിട്ട് റൗണ്ടിൽ ചുരുട്ടിയെടുക്കുക. ഫേസിനായിട്ടാണ് ഇങ്ങനെ റൗണ്ടിൽ ചുരുട്ടി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുന്ന രീതിയിൽ വേണം ചുരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ അളവിൽ കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഇതതിന് ശേഷം രണ്ടെണ്ണം ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ കാലിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ നമ്മുടെ പപ്പാനിയുടെ ഷൂവിന് വേണ്ടി ഇങ്ങനെ ഈ അളവിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ഒരു 6 എണ്ണം ഒരു കാലിന് വേണ്ടി ഒരു ഷൂവിന് വേണ്ടി കട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്ത് ഞാൻ അടുക്കി വെച്ചിട്ട് ഇത് ആ ചുറ്റി വെച്ചതും കൂടി എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് ഈ ബോട്ടിലിൻ്റെ വശത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് കൈയാണ്. കൈക്ക് വേണ്ടി ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെ വളച്ചും ഒരെണ്ണം ഇങ്ങനെ ആയിട്ട് എടുക്കുക. ഇനി അത് നമ്മുടെ പപ്പാനിയുടെ ഗ്ലൗവിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. അത് ഒട്ടിച്ചതിന് ശേഷം 2 കൈക്കും അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 2 കൈ ഒട്ടിച്ചതിന് ശേഷം 2 സൈഡിൽ ഒട്ടിക്കുക. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. 2 സൈഡ് ഇതേപോലെ ഒട്ടിച്ചതിന് ശേഷം ചെറിയ പേപ്പറിൻ്റെ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ പശ തേച്ച് ഇങ്ങനെ ബോട്ടിൽ ഫുള്ള് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ട് ഫേസിൽ ഞാൻ അല്പം ക്ലേ ആണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ക്യാപ്പിന് വേണ്ടി ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ മുകളിലേക്ക് ഒട്ടിക്കുക. ഇനി കുറച്ച് റെഡ് ക്ലോത്ത് ക്യാപ്പിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ചുരുട്ടി അല്പം ഇങ്ങനെ വളച്ചൊട്ടിച്ച് വേണം കൊടുക്കാനായിട്ട്. ഇനി നമ്മുടെ ക്യാപ്പിൻ്റെ അറ്റത്തെ ആ പഞ്ഞി ഇച്ചിരി കോട്ടൺ ഇതേപോലെ കട്ട് ചെയ്ത് ചുരുട്ടി ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ട് ഫേസിൽ ഞാൻ ഇത് തേച്ചത് അത് ശരിയായില്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് ഞാൻ ഒരു വൈറ്റ് പേപ്പർ തേച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫേസിന് വേണ്ടി. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇനി വേണ്ടത് നമുക്ക് ആ ക്യാപ്പിൻ്റെ സൈഡിൽ അത് കോട്ടൺ ഇങ്ങനെ ഈ ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുത്തിട്ട് നമുക്കിനി എന്താ വേണ്ടത്, ബോഡി ഫുള്ളും റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഫുള്ള് പെയിൻറ്റ് ചെയ്യുക. പെയിൻറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്ലൗവിലും കാലിൻ്റെ ഷൂവിലും കൂടി പെയിൻറ്റ് ചെയ്യണം. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ ചെയ്ത് കാലിലും കൂടി ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കണ്ണിനായിട്ട് ഞാൻ കണ്ണും മൂക്കിനുമായിട്ട് ഞാൻ 2
മാലയുടെ മുത്താണ്, 2 മുത്തും എടുത്ത് വെച്ച് ഇനി നമുക്ക് പുരികമായിട്ട് ഐബ്രോയ്ക്കായിട്ട് 2 ചെറുതായിട്ട് റോൾ ചെയ്തെടുത്ത് 2 എടുത്തിട്ട് പുരികം വെച്ച് ഇനി നമുക്ക് വേണ്ടത് എന്താ, മീശയാണ്. മീശ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമുക്ക് ചുണ്ടിനായിട്ട് അല്പം പെയിൻ്റ് എടുത്തിട്ട് തൊട്ട് താഴത്തായിട്ട് ഇങ്ങനെ പെയിൻ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. ഇനി നമുക്ക് കണ്ണട ഇങ്ങനെ ഒരു വയർ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോട്ടിന് 2 സൈഡിലും ഇങ്ങനെ കോട്ടൺ ഒട്ടിച്ചു കൊടുക്കുക. അതേപോലെ ഇങ്ങനെ താഴത്ത് ഒട്ടിച്ചു കൊടുക്കണം. താഴത്താൻ റൗണ്ട് ചെയ്ത് ഒട്ടിച്ച് 2 കൈയിലും അതേപോലെ കാലിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ബെൽറ്റാണ് വേണ്ടത്, പനിയുടെ ബെൽറ്റ്. അത് ഞാൻ കറുത്ത പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്, ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ വരച്ചെടുത്തത്. ഇങ്ങനെ ബെൽറ്റിനായിട്ട് ഇങ്ങനെ റൗണ്ടിൽ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് വരച്ച് ഇങ്ങനെ ചുറ്റിനും പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിൽ നമുക്കിങ്ങനെ അതിനായിട്ട് യെല്ലോ കളറും പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി പപ്പാനിയുടെ കയ്യിൽ ആ സഞ്ചിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ഇതേപോലെ റെഡ് ക്ലോത്ത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പഞ്ഞിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഈ റൗണ്ട് ഇതേപോലെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പുല്ലൊക്കെ എടുത്ത് പേപ്പർ കപ്പിൽ ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. ഇനി കുറച്ച് ഗിഫ്റ്റ് ബോക്സുകൾ, അത് ഞാൻ ബോക്സ് ഇതേപോലെ ക്യൂബ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ആ ക്യൂബ് ഇങ്ങനെ ഉണ്ടാക്കി ബോക്സുകളിങ്ങനെ എല്ലാവർക്കും സാൻഡേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.